പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരിയായ മോള് മരിച്ചുപോയ ഒരു ഉമ്മ എന്തൊരു വേദന ഉണ്ടാവും എന്നാലോചിച്ച് നോക്കി. ആ പ്രയാസത്തിൽ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുമ്പോഴാണ് മോളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ഉമ്മ ആഗ്രഹിച്ചത്. അങ്ങനെ ഉമ്മ ഒരു പണ്ഡിതൻ്റെ, ഗുരുനാഥൻ്റെ, ഉസ്താദിൻ്റെ ചാരത്തിയെന്നു സ്വപ്നം കാണാൻ മാർഗം ഉണ്ടോ ചോദിച്ചു. മാർഗം പറഞ്ഞു കൊടുത്തു. സ്വപ്നം കണ്ടപ്പോൾ എൻ്റെ റബ്ബേ പിന്നെ കാണേണ്ടിയില്ല എന്നായിപ്പോയി. ഖബറിൽ കിട്ടുന്ന അദാബ് കണ്ടപ്പോഴേ. എന്നിട്ടോ അത്ഭുതകരമായ ആ മോള് രക്ഷപ്പെടുന്നതാണ് പിന്നെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ മോൾ ആരാന്നറിയോ? ഈ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയോ? ഈ മോൾ പിന്നെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ ഖബറിൽ കിടന്നുകൊണ്ട് കാരണം എന്താണെന്നറിയോ? തീർച്ചയായിട്ടും നമ്മൾ അറിയണം. ആ ഒരു അമല് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ലോകത്തെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രക്ഷപ്പെടും. ഏതാ അമൽ, ഏതാണ് ആ കർമ്മം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിൻ്റെ ക്ലാസ്സിൻ്റെ കുടുംബം വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. എത്രയോ ദൂരത്ത് നിന്ന് പോലും ഒട്ടനവധി സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് കട്ട സപ്പോർട്ടുമായി എവിടെ വെച്ച് കണ്ടാലും എവിടെ വെച്ചാണെങ്കിലും എപ്പോഴും സന്തോഷം പറയുന്നു, ദുആ ചെയ്യാൻ പറയുന്നു. വലിയ സന്തോഷമാണ്. അള്ളാഹു ഈ കുടുംബത്തിൽ അങ്ങനെ തന്നെ സ്വർഗീയ കുടുംബമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റട്ടെ. കമൻറ്റിൽ വന്ന് സന്തോഷം പറഞ്ഞു പോകുന്ന ഒട്ടനവധി ഉമ്മമാർ, ഉപ്പമാർ ഒരു തുടക്കം മുതലേ കമൻറ്റ് പറഞ്ഞു തുടങ്ങിയത് എത്രയോ വർഷമായി. പ്രിയപ്പെട്ടവരെ, എത്ര കൊല്ലമായി നമ്മൾ ഈ വിജ്ഞാനത്തിൻ്റെ കുടുംബത്തിൽ ചേർന്നിട്ട്. പലരും നേരിട്ട് കണ്ടിട്ടുണ്ട്, കാണാത്തവരുണ്ട്, ആണല്ലോ. പക്ഷേ ഈ ആത്മീയ ബന്ധത്തിന് എന്തൊരു ചൈതന്യമാണ്. ഇപ്പോഴും ദുആയുമായി കൂടെ കമൻറ്റ് പറയാൻ അറിയാത്തവരോ മനസ്സ് നിറച്ച് ദുആയുമാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ. എല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ എല്ലാ ഖൈറും നൽകണേ അല്ലാ, എല്ലാ ശെറിൽ നിന്നും കാവൽ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഈ പേര് കേൾക്കാത്തവർ വിരളാകും. താബിഈങ്ങളിൽപ്പെട്ട, അതായത് സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ താബിഈങ്ങളാണ്. സഹാബത്തിനെ കണ്ട മഹാന്മാർ. ആ താബിഈങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ ഒരു മഹാജ്ഞാനിയാണ്, മഹാമനീഷിയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു തആല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല 300ഓളം സഹാബികളെ മീറ്റ് ചെയ്ത മഹാനാണ്. സ്വഹാബിയല്ല, ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്താണ് ജനിക്കുന്നത്. അപ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള നേരിട്ടുള്ള സഹാബിയാകുന്നതിൻ്റെ കോണ്ടാക്റ്റിംഗ് ഇല്ല. അതുകൊണ്ട് താബിആൻ, ആ സമയത്ത് ജനിച്ച ആളാണ്. 300ഓളം സ്വഹാബികളെ ലൈവായിട്ട് കണ്ട മനുഷ്യനാണ്. 70ഓളം ബദരീകളുമായി കണക്ഷൻ ഉണ്ടായിരുന്നു. ആർക്ക്? ഹസൻ ബസ്രി റളിയല്ലാഹു തആല. അവരൊക്കെ കണ്ട് ദീൻ പഠിച്ച ആളാണ്. മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്നിൽ നിസ്കാരത്തിന് കൂടിയ സംഭവങ്ങളൊക്കെ ഉദ്ധരണികളിൽ നമുക്ക് കാണാം. അത്ര വലിയ സൗഭാഗ്യമുണ്ടായ മഹാനാണ്. ആ മഹാനുഭാവൻ ഒരു വേള അദ്ദേഹത്തിൻ്റെ ചെയറിലിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്നു, ഒരു സഹോദരി വന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ചോദിക്കുന്നത്? എന്താണ് ആ സംഭവം? ആ ഖിസ്സ എന്താ? കിതാബിൽ ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട്. ഹുക്കിയ അന്ന ഇംറഅതൻ അത്തത് ഇലാ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഫഖാലത്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് കയറി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലി ബിന്തൻ ശബത്തൻ മാത്തത്ത്. അല്ലയോ ഹസൻ ബസ്രി തങ്ങളെ, വലിയ മഹാനായ ജ്ഞാനി അവർകളെ, എനിക്കൊരു മോളുണ്ടായിരുന്നു. ആ മോള് ചെറുപ്പക്കാരിയാണ്. മോൾ ഒരുപാട് പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പ് മാത്തത്ത്, ആ മോള് മരിച്ചുപോയി റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ അന ഉരീദു അൻ അറാഹാ ഫിൽ മനാമി. അതുകൊണ്ട് എൻ്റെ മോളെ, ഈ കണ്ട് കൊതി തീരും മുമ്പ് മരിച്ചുപോയ എൻ്റെ മോളെ സ്വപ്നത്തിൽ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഓളെ സ്വപ്നത്തിലെങ്കിലും എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്യണം, ഒന്ന് കാണണം. അതുകൊണ്ട് ഫഅല്ലിംനി സ്വലാത്തൻ ഔ ദുആഅൻ ലിയറാഹ. മോളെ സ്വപ്നത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സ്വലാത്തോ അല്ലെങ്കിൽ ദുആയോ ഒന്ന് പറഞ്ഞു തരുമോ തങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിൽ വന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ജ്ഞാനമനുസരിച്ച് അതിനുള്ള വക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുത്തു. ആ ഉമ്മ തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ മടങ്ങി വന്നു. വല്ലാത്ത സങ്കടത്തിലാണ്. ഹസൻ ബസ്രി ഞങ്ങളോട് പറയാം, മോളെ കാണേണ്ടിയില്ലായിരുന്നു എന്നായിപ്പോയി ഉസ്താദേ, അല്ലെങ്കിൽ ഗുരുനാഥ, അല്ലെങ്കിൽ തങ്ങളെ. എന്താ പ്രശ്നം? എന്താണ്? മോളെ കണ്ടപ്പോൾ മോൾ നരകത്തിൻ്റെ അദാബിൽ, വലിയ പ്രയാസത്തിൽ, നരകത്തിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ലൈവായിട്ട് ഞാൻ കണ്ടത്. ഖബറിൽ വല്ലാത്ത നൊമ്പരത്തിലാണ്.
കാണാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ വലിയ വിഷമത്തിലാണ്, ബേജാറിലാണെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോയി ആ ഉമ്മ. എന്നിട്ടോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഈ മോളെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ മോള് വന്നിട്ട് പറയാണ്, അല്ല തങ്ങളെ, എന്നെ നിങ്ങൾ അറിയോ? ചരിത്രം ഇബാറത്ത് പറഞ്ഞു പറയേണ്ട ഭാഗമാണ്, ചുരുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടാക്കുകയാണ്. തങ്ങളെ എന്നെ അറിയോ നിങ്ങൾ? അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ സ്വപ്നത്തിൽ കാണണമെന്ന് പറഞ്ഞ് വലിയ താല്പര്യമെന്ന് പറഞ്ഞൊരു ഉമ്മയല്ലേ, ആ ഉമ്മച്ചിയുടെ മോളാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഭയങ്കര അത്ഭുതമായി ഒരു മിറാക്കിൾ നടന്നിട്ടുണ്ട്. കാരണം നരകത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന അടി കിട്ടുന്ന രംഗാണല്ലോ ഉമ്മ കണ്ടത്, ബേജാറായത്. ഇപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു തആല കാണുന്നത് ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് വലിയ ബഹുമാനത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നരകത്തിൻ്റെ പ്രയാസത്തിലായിരുന്നു നീ എന്നാണല്ലോ വാർത്ത ന്യൂസ് ഉമ്മ പറഞ്ഞത്, പിന്നെ എന്താ ഇങ്ങനൊരു ചേഞ്ചിങ് വരാൻ കാരണം? അത്ഭുതപ്പെട്ടുകൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്ന മറുപടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാതിലൂടെ കൽബിലേക്ക് കയറണം. അത് പാറക്കല്ലിൽ കൊത്തിവെച്ചതിനേക്കാൾ ശക്തമായി കിടക്കണം. അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇതിൻ്റെ ഗൗരവം നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കണം. എന്താ പൊന്നുപോൾ പറഞ്ഞ മറുപടി എന്നറിയും? ആ പെൺകുട്ടി പറയുന്ന മറുപടി, മർറ ബി റൗലത്തിനാ റജുലുൻ മിനസ് സ്വാലിഹീൻ ഫസല്ല അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറത്തൻ വാഹിദാ. ശരിക്ക് കണ്ണും കാതും കൽബും കൊടുക്കണം ഈ പറയുന്ന വാക്ക്. എന്താ പറയുന്നത്? ഞങ്ങളുടെ ഖബർസ്ഥാനം മഖ്ബറയുടെ പള്ളിക്കാടിൻ്റെ അരികിലൂടെ ഒരു സ്വാലിഹായ മനുഷ്യൻ നടന്നുപോയി. ഈ സ്വാലിഹായ മനുഷ്യൻ ഖബർസ്ഥാനിൻ്റെ അടുക്കലെത്തിയപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു സ്വലാത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലി. ഒറ്റ സ്വലാത്ത്, ഒരേ ഒരു സ്വലാത്ത് അത് ചൊല്ലി. ആ ചൊല്ലിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അതാണ് വജഅല സവാബഹാ ലിഅഹ്ലിൽ മഖാബിർ. ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന 500ഓളം ആളുകളുണ്ട്, അവർക്ക് മുഴുവൻ ഇതിൻ്റെ സവാബിന് അദ്ദേഹം മിസ്ല സവാബ് കൊടുത്തു. അതിൻ്റെ കൂലി മെസ്സേജ് ചെയ്തു. അപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലി പരിശുദ്ധ റസൂലിൻ്റെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഈ ഒരു സ്വലാത്തിൻ്റെ കൂലി ഒരാൾക്കല്ല, ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും നീ വീതിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞു. ഈ സഹോദരൻ, ഈ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, ആ ഒറ്റ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾ 500ഓളം ആളുകളുണ്ടായി ആ ഖബർസ്ഥാനിൽ, അവർക്കെല്ലാം പാപം പൊറുത്തു, അവരെല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാരോടാ പറയുന്നതെന്നറിയോ? ഇതാരാണ് കേൾക്കുന്നതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് കേൾക്കുന്ന വിവരം. ആലോചിച്ച് നോക്കി, അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കി. ഒരു സ്വലാത്ത് ആരോ ചൊല്ലി, കബറിൽ കിടന്നവർ ചൊല്ലിയെന്നല്ല, ആരോ ചൊല്ലിയിട്ട് അതിൻ്റെ കൂലി ഹദിയ ചെയ്തു. കൂലിയുടെ ഒരു അംശം എല്ലാവർക്കും കൂടി വീതിച്ചിട്ടിപ്പോൾ ഒരു കഷ്ണം കിട്ടി. ആ കിട്ടിയത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അത് ചൊല്ലുന്ന ആളുടെ പവർ എന്തായിരിക്കും? നമ്മളത് ചൊല്ലുമ്പോൾ നമുക്ക് അല്ലാഹു നൽകുന്ന ഖൈറും ബറക്കത്തും ഗ്രേഡും എന്താണ്? ആലോചിച്ച് നോക്കി. ആ ഒരു സ്വലാത്ത് കൊണ്ട് ഇത്രയും വലിയ മഹത്വമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര മൂല്യമാണ്. പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിൽ ഒരു 300 സ്വലാത്ത് ചൊല്ലുന്നവരുടെ പവർ എന്താണ്? ഏത് സ്വലാത്ത ഉസ്താദ് ചെല്ലേണ്ടത്? ഏതാ അറിയാവുന്ന? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണോ അറിയുന്നത്? ചൊല്ലിക്കോളൂ. എത്ര ചെറിയ സ്വലാത്താണെങ്കിൽ പോലും സ്വലാത്തിന് ഒരെണ്ണത്തിന് മൂല്യമാണ്. ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ സൗഭാഗ്യം, സൗകര്യം കിട്ടുന്ന ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ പ്രശ്നം ആ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് മാറും. വേറൊരു ഹെൽപ്പ് വേണ്ട. അവിടെ ഹെൽപ്പ് വേണ്ടെന്ന് വേറൊരു വ്യക്തിയുടെ സഹായം പ്രതീക്ഷിക്കേണ്ട, അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങും. ആ സ്വലാത്ത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും. ആ സ്വലാത്ത് കൊണ്ട് സങ്കടം മാറും. ആ സ്വലാത്ത് കൊണ്ട് കടം മാറും. ആ സ്വലാത്ത് കൊണ്ട് കുടുംബത്തിൽ സന്തോഷം വരും. ആ സ്വലാത്ത് കൊണ്ട് രോഗം മാറും. ആ സ്വലാത്ത് കൊണ്ട് മുറാദ് ഹാസിലാകും. ആ സ്വലാത്ത് കൊണ്ട് കടയിൽ കച്ചവടമാകും. ആ സ്വലാത്ത് കൊണ്ട് പഠനം നന്നാകും. ആ സ്വലാത്ത് കൊണ്ട് കുട്ടികളുടെ സ്വഭാവം നന്നാകും. ആ സ്വലാത്ത് കൊണ്ട് കുടുംബജീവിതം നന്നാകും. ആ സ്വലാത്ത് കൊണ്ട് സമൂഹത്തിൽ സന്തോഷം ഉണ്ടാകും. ആ സ്വലാത്ത് കൊണ്ട് കുടുംബത്തിൽ പൈശാചികമായ പ്രശ്നങ്ങൾ മാറും. ആ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. മർറത്തൻ വാഹിദ, ഒറ്റ സ്വലാത്ത് കൊണ്ടാണ് ഈ അത്ഭുതത്തിൻ്റെ മിറാക്കൽ നടന്നതെങ്കിൽ വലിയ അത്ഭുതകരമാണ്. അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും, സ്വലാത്തിൽ നമ്മൾ പിടിച്ചോളൂ. ആ പിടി ഒരിക്കലും വിടില്ല. അത് നാളെ സ്വർഗത്തിൽ വരെ നമ്മളെ തൂക്കിക്കൊണ്ടുപോകുന്ന പിടിയാണ്. ഓർമ്മ വേണം, അള്ളാഹു ഈ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ ഈ ചരിത്രത്തിലൂടെ നമ്മുടെ കൽബിൽ നെഞ്ചകത്തേക്ക് തുളച്ചു കയറുന്ന
ഒരു ഉപദേശമായി നമ്മുടെ ക്ലാസ്സിനെ അള്ളാഹു മാറ്റി തരട്ടെ. എല്ലാ സന്തോഷവും ബറക്കത്തും അള്ളാഹു നൽകട്ടെ. ഇന്ന് ദുആക്ക് ഇജാബത്ത് നൽകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഇജാബത്തിൻ്റെ വാതിലൊക്കെ തുറക്കപ്പെട്ടിരിക്കുക. സൗഭാഗ്യവാന്മാർക്കും സൗഭാഗ്യവതികൾക്കും മാത്രം നന്മ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഓർത്ത് ചെയ്യണം. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം. എല്ലാവരെയും ഓർക്കുന്നുണ്ട്, എല്ലാവരും ഓർക്കണം. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر